ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 21 വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം. ഇത് മൂന്നും പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും വീണ്ടും നിങ്ങൾ പുനർവിദ്യാഭ്യാസം നടത്തണം. എന്തിന്? വ്യക്തിയുടെ അന്തസ്സ്, അവൻ്റെ ആത്മാഭിമാനം, അതിനെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു ശിക്ഷണം കൊടുക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോൺസ്റ്റാബുലറി ഫോഴ്സിൽ നിന്ന് പറഞ്ഞത് ജസ്റ്റിസ് വി എ കിഷൈറാണ്. എത്രയോ വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. ആ വിധിന്യായങ്ങളിലെല്ലാം ഒന്നൊഴിയാതെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡായ സമൂഹത്തിനും ജനാധിപത്യത്തിനും ഗുണകരമായ ഒന്നല്ല എന്ന് തന്നെയല്ലേ? എന്നിട്ട് നാളിതുവരെ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചു? നമ്മുടെ പോലീസ് നയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? എന്നിട്ടേക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നമുള്ളതാണ് എന്ന് തന്നെയാണ് ഞാനിത് ഇന്നലെയും പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദയനീയമായിട്ടുള്ള പരാജയമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ആവർത്തിച്ചു പറയണം. ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ മാത്രം മാറ്റാൻ കഴിയുന്നതല്ല പോലീസ് സേനയിലെ ഘടനാപരമായ ഹിംസാത്മകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ചില സവിശേഷതകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാവുക.